സാദിഖ് അലി തങ്ങളെ അങ്ങനെ സംഖ്യയാക്കി ആക്രമിക്കണോ? തങ്ങളുടെ വായിൽ നിന്നും വീഴുന്ന മൊഴിമുത്തുകൾക്ക് കാതോർത്തിരിക്കുന്ന സമസ്തയുടെ അണികൾക്കും മുസ്ലിം ലീഗിനും ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത ഗതികേടിലാണ്. രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ബഹുമാനിക്കുന്ന ആദരിക്കുന്ന ശ്രീരാമക്ഷേത്രം ഒരു യാഥാർത്ഥ്യമാണ് എന്നായിരുന്നു സാദിഖ് അലി തങ്ങൾ പറഞ്ഞത്. ഈ ഒരൊറ്റ ഡയലോഗ് കേട്ട പാതി കേൾക്കാത്ത പാതി സൈബർ പൊളിറ്റിക്കൽ ആക്രമണം നാനാഭാഗത്തു നിന്നും തങ്ങൾക്ക് നേരെ ഉയരുകയാണ്. മുസ്ലിം ലീഗ് സമ്മേളനത്തിലായിരുന്നു തങ്ങളുടെ പ്രസ്താവന. നമുക്ക് പരിശോധിക്കാം സാദിഖ് അലി തങ്ങൾ ശരിക്കും എന്താണ് പറഞ്ഞതും പറയാൻ ഉദ്ദേശിച്ചതുമെന്ന്. അത് സ്വീകരിക്കുവാനാണല്ലോ നമ്മൾ തയ്യാറാക്കേണ്ടത്. ഇന്നലെ ഒരു വലിയ സംഭവം നമ്മുടെ രാജ്യത്ത് നടന്നു എന്ന് നമുക്കറിയാം. രാജ്യത്തെ ബഹുഭൂരിഭാഗം ജനങ്ങളും ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ശ്രീരാമക്ഷേത്രം അതൊരു യാഥാർത്ഥ്യമാണ്. അത് രാജ്യം അതിൽ നിന്ന് നമുക്ക് പുറകോട്ട് പോകുവാൻ സാധിക്കുകയില്ല. അത് രാജ്യത്തെ ബഹുഭൂരിപക്ഷം വരുന്നൊരു സമൂഹത്തിൻ്റെ ആവശ്യമാണ്. അത് അയോധ്യയിൽ നിലവിൽ വന്നു എന്നുള്ളതാണ്. പക്ഷെ അതേക്കുറിച്ച് നമ്മൾ അതിനെ പ്രതിഷേധിക്കേണ്ട മറ്റോ കാര്യമൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. കാരണം അത് ബഹുസ്വര സമൂഹത്തിൽ ഓരോരുത്തർക്കും ഓരോ വിശ്വാസങ്ങളുണ്ട്, പാരമ്പര്യങ്ങളുണ്ട്, അനുഷ്ഠാനങ്ങളുണ്ട്, ആചാരങ്ങളുണ്ട്. അതനുസരിച്ച് മുന്നോട്ട് പോകുവാൻ നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യമുണ്ട്. കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിലവിലുന്ന ക്ഷേത്രം, കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ നിർമ്മിക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന ബാബരി മസ്ജിദ്, ഇത് രണ്ടും ഇന്ത്യയുടെ ഭാഗമാണ്. രണ്ടും ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ്. നമ്മൾ അതിനെ ഉൾക്കൊള്ളുക. ഇന്ത്യയുടെ മതേതരത്വത്തെ ശക്തിപ്പെടുത്തുന്ന മികച്ച ഉദാഹരണങ്ങളാണ് രാമക്ഷേത്രവും അവിടെ നിന്ന് പണിയാൻ പോകുന്ന ബാബരി മസ്ജിദ്. അത് കർത്തവ്യം നമുക്കറിയാം. നമുക്കതിൽ പ്രതിഷേധം ഉണ്ടായിരുന്നു ആ കാലത്ത്. പക്ഷെ അവിടെ സഹിഷ്ണുതയോടെ അതിനെ നേരിടുവാൻ ഇന്ത്യൻ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് കേരളത്തിലുള്ള മുസ്ലിം സമൂഹം വളരെയേറെ സെൻസിറ്റീവായും വളരെ ഒരു ഊർജ്ജസ്വലതയോടെയും ജീവിക്കുന്ന ഒരു പ്രദേശം. പക്ഷെ ഇവിടെ അന്ന് രാജ്യത്തിന് മുഴുവനുള്ള മാതൃക കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അന്ന് എല്ലാവരും ഉറ്റുനോക്കിയത് മറ്റാരെയും ആയിരുന്നില്ല. തകർന്നത് ബാബരി മസ്ജിദാണ്, തകർക്കപ്പെട്ടത് UP-യിലാണ്, അയോധ്യയിലാണ്. പക്ഷെ രാജ്യവും രാജ്യത്തെ രാഷ്ട്രീയ നേതൃത്വമൊക്കെ ഉറ്റുനോക്കിയത് ഇങ്ങ് തെക്കേ അറ്റത്തുള്ള കേരളത്തിലേക്കാണ്. അവരുറ്റുനോക്കിയത് മറ്റൊന്നിനുമല്ല, ഇവിടെ സമാധാനത്തിൻ്റെ പൂത്തിരി കത്തുന്നുണ്ടോ എന്നാണ് അവർ നോക്കിയത്. ഇതാണ് സാദിഖ് അലി തങ്ങൾ പറഞ്ഞ വാക്കുകൾ. പക്ഷേ എൻ്റെ പൊന്നു തങ്ങളെ, രാജ്യത്തെ ബഹുഭൂരിപക്ഷം ജനങ്ങളും ആദരിക്കുന്ന എന്ന പ്രയോഗം വേണ്ടായിരുന്നു. രാമക്ഷേത്രം എങ്ങനെ ഉണ്ടായി എന്നും ബാബരി എന്തായിരുന്നു എന്നും കേരളത്തിലെ നഴ്സറി കുട്ടികൾക്ക് വരെ അറിയാം. എന്നിരുന്നാലും സാദിഖ് അലി തങ്ങൾ പിന്നീട് പറഞ്ഞ പ്രസ്താവന മുഖവിലേക്കെടുത്താൽ തങ്ങളെ ഇങ്ങനെ കിടന്ന് ആക്രമിക്കേണ്ട എന്ന് തോന്നും. ഇന്ത്യയിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിങ്ങൾ രാമക്ഷേത്രത്തോടുള്ള വിവേകപൂർവമായ സമീപനമാണ് തങ്ങൾ ഹൈലൈറ്റ് ചെയ്തത്. അതിലാണ് കോടതി വിധി മാനിക്കലും ഭൂരിപക്ഷത്തിൻ്റെ ആവശ്യത്തെ അംഗീകരിക്കലും തങ്ങൾ വ്യക്തമാക്കുന്നത്. രാമക്ഷേത്രവും അതിനോട് ചേർന്ന് സമാന്തരമായി ബാബരി പള്ളി നിർമ്മിക്കുമ്പോൾ മുസ്ലിം മതവിശ്വാസികൾക്ക് സങ്കടപ്പെടേണ്ടതില്ല എന്നും സമാധാനപൂർവമായി കാര്യങ്ങളെ നമ്മൾ തരണം ചെയ്യുന്നു എന്നുമാണ് തങ്ങൾ ഉദ്ദേശിച്ചത്. പക്ഷേ കാര്യം കൈവിട്ടു പോയതോടെ ലീഗും വെട്ടിലായിരിക്കുകയാണ്. സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവനയെ ദുർവ്യാഖ്യാനം ചെയ്യരുതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു. വിഷയം രാഷ്ട്രീയ നേട്ടത്തിനായി ഉപയോഗിക്കാനാണ് BJP ശ്രമമെന്നും ഈ കെണിയിൽ ആരും വീഴരുതെന്നുമാണ് സാദിഖ് അലി തങ്ങളുടെ പ്രസ്താവന. അതിനെ ദുർവ്യാഖ്യാനം നൽകേണ്ടതില്ല, കെണിയിൽ വീഴേണ്ടതില്ലെന്നാണ് തങ്ങൾ പറഞ്ഞത്. മുസ്ലിം ലീഗ് നേതൃയോഗത്തിന് ശേഷം സംസാരിക്കുകയായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി. പൊതുവേദികളിൽ ഇനിയെങ്കിലും ചില പ്രസ്താവനകൾ പറയുമ്പോൾ അതീവ ശ്രദ്ധ രാഷ്ട്രീയ മത നേതാക്കൾ വച്ചു പുലർത്തേണ്ടതുണ്ട് എന്നാണ് ഈ വിവാദത്തിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സാദിഖ് അലി തങ്ങളുടെ ഉദ്ദേശശുദ്ധിയെ അവഗണിക്കുന്നില്ല. എങ്കിലും പറയുന്ന വാക്കുകൾക്ക് ഇനിയെങ്കിലും സ്വയം ഉത്തരവാദികളാണെന്ന് മത രാഷ്ട്രീയ നേതാക്കൾ ഈ വിവാദത്തിലൂടെ മനസ്സിലാക്കട്ടെ.